എല്ലാവർക്കും നമസ്കാരം. ഹനുമാൻ ചാലിസ പഠനം 4-ാം ദിവസം. ജയ് ശ്രീരാം. ഓം ഹം ഹനുമതേ നമഃ. കഞ്ചന ഭരണ വിരാജ സുബേസ കാനന കുണ്ടല കുഞ്ചിത കേസ. എന്നിട്ട് പറയാം. കഞ്ചന വർണ്ണ വിരാജ സുബേസ കാനന കുണ്ടല കുഞ്ചിത കേസ. കഞ്ചന വരണ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറമുള്ള. വിരാജ സുബേസ കാഞ്ചന നിറമുള്ളവനും. കാഞ്ചന നിറമെന്ന് വെച്ചാൽ സ്വർണ്ണ നിറമുള്ള അങ്ങ് വിശേഷ വസ്ത്രങ്ങളാലും കാതിലണിഞ്ഞ പഞ്ചലോഹ കുണ്ടലത്താലും ചുരുൾമുടിയാലും ശോഭിക്കുന്ന പവനപുത്രൻ ജയിച്ചാലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിറം കാഞ്ചനവർണ്ണമാണ്, സ്വർണ്ണ നിറമുള്ളവനും വിശേഷ വസ്ത്രങ്ങളാലും കാതിലണിഞ്ഞ കുണ്ടലങ്ങളാലും ചുരുൾമുടിയാലും ശോഭിക്കുന്ന പവനപുത്രൻ ജയിച്ചാലും എന്നാണ് ഇവിടെ തുളസീദാസ് തൻ്റെ രാംചരിത് മാനസിൽ ഹനുമാൻ സ്വാമിയെ സ്തുതിക്കുന്ന ഭാഗമാണ് ഹനുമാൻ ചാലിസ എന്ന് പറഞ്ഞത്. അതിൽ 4-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. കഞ്ചന വരണ വിരാജ സുബേസ കാനന കുണ്ടല കുഞ്ചിത കേസ. കാഞ്ചന നിറമുള്ളവനും വിശേഷ വസ്ത്രങ്ങൾ ധരിച്ചവനും കാതിൽ പഞ്ചലോഹ കുണ്ടലങ്ങൾ അണിഞ്ഞവനും ചുരുൾമുടിയുമുള്ള ഇങ്ങനെയൊക്കെ ശോഭിക്കുന്ന പവനപുത്രൻ ജയിച്ചാലും. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ പറയുകയാണ്. സുവർണവർണ്ണമുള്ള അങ്ങ് വിശേഷ വസ്ത്രം ധരിച്ചും കാതിലണിഞ്ഞിരിക്കുന്ന കുണ്ടലത്തോടും മനോഹരമായ ചുരുണ്ട മുടിയോടെയും ശോഭിക്കുന്നു. അടുത്തത് ഹാത്ത് വജ്രൗ ധ്വജ വിരാജൈ കാംധേ മൂഞ്ച് ജനേവു സാജൈ. ഹാത്ത് വജ്ര ഔ ധ്വജ വിരാജൈ കാംധേ മൂഞ്ച് ജനേവു സാജൈ. ഒരു കൈയിൽ വജ്രായുധവും മറുകൈയിൽ ധ്വജവും ധരിച്ചവനും തോളിലൂടെ പൂണൂൽ അണിഞ്ഞവനുമായ ശ്രീ ഹനുമാന് വന്ദനം. കയ്യിൽ എന്താണുള്ളത്? കയ്യിൽ വജ്രായുധം. ഒരു കൈയിൽ വജ്രായുധവും മറുകൈയിൽ ധ്വജം എന്ന് വെച്ചാൽ കൊടി ധരിച്ചവനും തോളിലൂടെ പൂണൂൽ അണിഞ്ഞവനുമായ ശ്രീ ഹനുമാന് വന്ദനം. ഒരു കൈയിൽ വജ്രായുധവും മറുകൈയിൽ ധ്വജവും ധരിച്ച പൂണൂൽധാരിയായ ഹനുമാനെ ഞാൻ വന്ദിക്കുന്നു. അടുത്തത് ശങ്കരസുബന കേസരി നന്ദന തേജപ്രതാപ മഹാജഗവന്ദന. ശങ്കരസുബന കേസരി നന്ദന തേജപ്രതാപ മഹാജഗവന്ദന. ശ്രീ ശങ്കരൻ്റെ അവതാരമായി കേസരീപുത്രനായി ജനിച്ച തേജസ്വിയും പ്രതാപിയും ലോകവന്ദ്യനുമായ ശ്രീ ഹനുമാന് വന്ദനം. അപ്പോൾ ശ്രീശങ്കരൻ്റെ അവതാരമായ ഹനുമാൻ ശ്രീശങ്കരൻ്റെ അവതാരമാണ്. കേസരിയുടെ പുത്രനാണ്. തേജസ്വിയും പ്രതാപിയും ലോകവന്ദ്യനുമാണ്. അങ്ങനെയുള്ള ഹനുമാനെ ഞാൻ വന്ദിക്കുന്നു. അടുത്തത് വിദ്യാവാന ഗുണി അതിചാതുര് രാമകാജ കരീബേക്കോ ആതുര്. വിദ്യാവാന ഗുണി അതിചാതുര് രാമകാജ കരീബേക്കോ ആതുര്. അറിവിൻ്റെ ഇരിപ്പിടവും സദ്ഗുണനിധിയും അതിസമർത്ഥനും രാമാജ്ഞാ തൽപരനുമായ വായുപുത്രൻ ജനിക്കട്ടെ. അപ്പോൾ സകല വിദ്യകളും കൈമുതലായിട്ടുള്ളവനും സദ്ഗുണസമ്പന്നനും അതിസമർത്ഥനുമായ അങ്ങ് ശ്രീരാമൻ്റെ ആജ്ഞകൾ നിറവേറ്റുന്നതിന് സദാ തൽപരനുമാണ്. അപ്പം അറിവിൻ്റെ ഇരിപ്പിടമായ ഇരിപ്പിടമാണ് ഹനുമാൻ. സദ്ഗുണനിധിയാണ് ഹനുമാൻ. അതിസമർത്ഥനാണ് ഹനുമാൻ. രാമാജ്ഞാ തൽപരൻ, എപ്പോഴും രാമൻ്റെ ആജ്ഞയെ പാലിക്കാൻ, രാമൻ്റെ ആജ്ഞയെ അനുസരിക്കാൻ താല്പര്യമുള്ള വായുപുത്രൻ ജയിക്കട്ടെ. അപ്പം സകല വിദ്യകളും കൈമുതലായിട്ടുള്ളവനും സദ്ഗുണസമ്പന്നനും അതിസമർത്ഥനുമായ അങ്ങ് ശ്രീരാമൻ്റെ ആജ്ഞകൾ നിറവേറ്റുന്നതിന് സദാ തൽപരനാണ്. അങ്ങനെ രാമാജ്ഞയിൽ തൽപരനായ
അറിവിൻ്റെ ഇരിപ്പിടമായ സദ്ഗുണനിധിയായ അതിസമർത്ഥനായ വായുപുത്രൻ ജയിക്കട്ടെ. അപ്പം ഇങ്ങനെ ശ്രീരാമൻ്റെ സേവകനായ ശ്രീരാമൻ്റെ ദൂതനായ ഹനുമാൻ സ്വാമിയെ തുളസീദാസ് വർണ്ണിക്കുകയാണ്. അപ്പോൾ ഓരോ വരിയിലും ആ ഹനുമാൻ്റെ അല്ലെങ്കിൽ ആ ഹനുമാൻ സ്വാമിയുടെ എന്തൊക്കെ വർണ്ണനകളാണ്, എത്രമാത്രം ശ്രേഷ്ഠനാണ്, എത്രമാത്രം എന്താ പറയുന്നത് കഴിവുകളുള്ളവനാണ്, എന്തുകൊണ്ടാണ് ശ്രീരാമദേവൻ്റെ സേവകനായത്, ദാസനായത് എന്നൊക്കെയുള്ളത് ഓരോ വരിയിലും ഓരോ വാക്കിലും. ഇവിടെ ഓരോ വാക്കും ഹനുമാൻ സ്വാമിയെക്കുറിച്ച് പറയുന്നതാണ്. അപ്പം നമ്മളെപ്പോഴും എന്താ പറയുന്നത്, ഹനുമാൻ സ്വാമി ക്ഷിപ്രപ്രസാദിയാണ്, വായു വേഗത്തിലാണ് നമുക്കെല്ലാം വന്ന് അനുഗ്രഹം തരുന്നത്. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ശ്രീരാം.